അങ്ങനെ ആദർശ് പറയാണ്, എനിക്കിനി ഇവളെ ഭാര്യയായിട്ട് വേണ്ട, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയാണ്, അല്ലെങ്കിൽ ഞാൻ പോവാണ് ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയുടെ അടുത്തേക്ക് പോയിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പോവാം, ചേച്ചിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അത് നീയാണോട് തീരുമാനിക്കുന്നത്? നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു ചതിയും വഞ്ചനയും എല്ലാവരോടും ചോദിച്ചിട്ട് നിനക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോയിക്കോ എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇല്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല എന്ന് പറയുമ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്നിട്ട് നവ്യനെ അടിക്കാൻ വേണ്ടിയിട്ട് എടിയെന്ന് പറഞ്ഞ് കൈ ഓങ്ങാണ്. അപ്പോഴേക്കും നവ്യ കനകത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, അമ്മ എന്നെ തല്ലാണെന്നും പറയണ്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, അതിന് തക്കതായ കാരണമുണ്ട്. എന്നെ പറഞ്ഞു പറ്റിച്ചാണ് അബി എന്നെ പറ്റിച്ചിട്ട് വേറൊരു പെണ്ണെ വിവാഹം കഴിക്കാനായിട്ട് പോയത്. ഞാൻ കാശുകാരാണെന്ന് ഓർത്തിട്ടാണല്ലോ ഇവനും എന്നെ പറ്റിച്ചത്. അതുപോലെ തന്നെ ഞാനും ഇവനെ കാശുകാരനെന്ന് കരുതിയിട്ട് തന്നെയാണ് പ്രണയിച്ചതും. അതുപോലെ തന്നെ ഇവൻ എന്നെ അതിന് മുമ്പേ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് താലി കെട്ടുകയും ചെയ്തിട്ടുണ്ട്. താലി കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ അവന് താലിയും കിട്ടിയതാ, എന്നിട്ട് അവൻ വേറൊരു പെണ്ണെ വിവാഹം കഴിക്കാൻ പോയത്. അതുകൊണ്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവരും കൂടിയിട്ട് ആ കല്യാണം മുടക്കമുള്ളായിരുന്നു. എന്നെക്കൊണ്ട് അബി വിവാഹം കഴിപ്പിക്കുകയുള്ളൂ. അതിനുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് നാടകം ചെയ്തത്. അതല്ലാത്ത പക്ഷം അമ്മയെന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെക്കൊണ്ട് അബി ഒരു കെട്ടിക്കായിരുന്നോ? അപ്പോൾ അത്രയും ദിവസം ഞാൻ അബിയുടെ കൂടെ ഹോട്ടലിൽ ചെലവഴിച്ചതോ അതിൻ്റെ കാര്യത്തിൽ താലി കിട്ടിയതോ അതൊന്നും അല്ലാതായി പോയേനെ. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഉള്ളവരെന്നെ സ്വീകരിക്കില്ലായിരുന്നു എന്ന് നവ്യ പറയാണ്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് വരാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, പിന്നെ നിൻ്റെ ഉദ്ദേശം എന്താടി എന്ന് ചോദിക്കുന്നു. എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പോലീസിൽ കേസ് കൊടുക്കുകയും പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്യും. സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നെ വിട്ട് ക്രൂശിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ഇറക്കി വിടുകയാണെന്ന് ഞാൻ പറയും. അനന്തപുരിയുടെ ആത്മാഭിമാനവും മൂർത്തിയുടെ ആത്മാഭിമാനവും അപ്പോൾ തന്നെ ഇവിടുന്ന് കാച്ചിൽ പറന്നു പോകുമെന്നൊക്കെ പറയുമ്പോഴേക്കും, നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്, എന്നെ ഉപദ്രവിക്കാനോ ആരെങ്കിലും എന്നെ പുറത്താക്കാനോ ശ്രമിച്ചാൽ എൻ്റെ പ്രതികരണം അങ്ങനെ തന്നെയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, ഇവളെ നീരാളിയാ, ഇവളെ പിടിച്ചെടുത്തുനിന്ന് ഇവളെ പോവില്ല, ഇത്രയൊക്കെ ചതി കാണിച്ചിട്ട് നാണമില്ലാതെ നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറയുമ്പം നവ്യൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, ചേച്ചി നിന്നോ ചേച്ചി, പക്ഷെ ഞാനിവിടുന്ന് പോവാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. എന്നെ അത്രത്തോളം വിശ്വസിച്ചിരുന്ന എൻ്റെ മുത്തശ്ശനെ ഞാൻ വഞ്ചിച്ചു, അതിനെനിക്ക് മാപ്പില്ല. ചേച്ചി ഒറ്റ എടുത്തി കാരണം ഇതൊക്കെ സംഭവിച്ചത്. അന്നേ എല്ലാവരോടും സത്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ചേച്ചി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ ഇതിങ്ങനെ മറച്ചു വയ്ക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ആരും തന്നെയുള്ള പുറകിൽ നിന്ന് വിളിക്കുന്നില്ല. അപ്പോഴേക്കും നയനയുടെ അച്ഛൻ പറയാണ്, അതാണ് മോളെ ശരി, മോളിപ്പോൾ എടുത്ത തീരുമാനമാണ് ശരി, ഇനി അച്ഛനമ്മയും പറയില്ല. ഇനി ഒരിക്കലും എൻ്റെ മോളെ അച്ഛനമ്മയും നിർബന്ധിക്കില്ല. കാരണം ഇനി എൻ്റെ മോളുടെ തീരുമാനത്തിനൊത്ത് ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്. എൻ്റെ മോളൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് അച്ഛനറിയാം. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോള് പറഞ്ഞെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. മോളെ നമുക്ക് പോകാം, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നൊരു കുലത്തൊഴിലും കലയും കൈവിരുതും ഒക്കെയുണ്ട്. എൻ്റെ മോള് ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. എൻ്റെ മോൾ എവിടെ ചെന്നാലും ജീവിക്കുന്ന ഈ അച്ഛനറിയാമെന്നും പറഞ്ഞിട്ട് നയനയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദനും കനകവും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നയനെ പോകരുത്, നയന എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അവിടെ കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ. മുത്തശ്ശൻ കുഴഞ്ഞു വരുന്ന കാണുമ്പോഴേക്കും പോയ നയന തിരിച്ച് ഓടി വരികയാണ്. അപ്പോഴേക്കും എല്ലാവരും ചെന്നിട്ട് മുത്തശ്ശ അച്ഛാന്നും പറഞ്ഞിട്ട് മൂർത്തി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എല്ലാവരും കരഞ്ഞ് കാവ് ചെല്ലുമ്പോഴേക്കും മൂർത്തി താഴെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ അദ്ദേഹത്തെ താങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുമ്പോൾ മുത്തശ്ശൻ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, ഇതൊക്കെ അച്ഛൻ്റെ അടവ് മാത്രമാണ്, ഇതെല്ലാം അച്ഛൻ്റെ അടവാണ്, നയനനെ ഇവിടുന്ന് പറഞ്ഞുവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ അടവാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ മനസ്സിൽ കരുതുകയാണ്, ഈ സമയത്ത് അങ്ങാണോ ഒന്ന് ഇങ്ങനെ കാറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കളുടെ പകുതി ഷെയർ മേടിച്ചിട്ടങ്ങ് പോകാമായിരുന്നു എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു സംഭവം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നവ്യയോട് ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടല്ലോ, ചേച്ചി വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ജലജയുമായിട്ട് തർക്കിക്കുമ്പോൾ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, അങ്ങനെ പോകണം നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെയർ തന്നേക്കും, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കും, നിൻ്റെ ഷെയറോ, അതിന് നീ ഇവിടുത്തെ ആരാടി, നിനക്കിവിടെ അങ്ങാണ്ട് ഷെയർ വന്നതെന്നൊക്കെ ചോദിക്കുമ്പം, ഞാൻ ഈ വീട്ടിലെ അബിയുടെ ഭാര്യയാണ്, എല്ലാവരും വിളിച്ചെന്നെ താലി കെട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിലൊരു അവകാശമുണ്ട്, ആ ഷെയർ എനിക്ക് തന്നേക്ക്, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്കും ജലജ പറയാണ്, ഇത്രയും വൃത്തിയുള്ളൊരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല. അവൾക്കുടെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ ഒരു കുടുംബവും അല്ല വേണ്ടത്. അവൾക്ക് കാശ് മാത്രം മതി. അവൾ പറഞ്ഞു കിട്ടില്ലേ, അവളുടെ ഭർത്താവ് പോലും ഇല്ലെങ്കിലും അവൾ ആ കാശും കൊണ്ട് പോയി എവിടെയെങ്കിലും ജീവിച്ചോളാന്ന്. അത്രയ്ക്കൊരു മെനകെട്ടവളാണ് ഇവള്. ഇനി ഇവളിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, പല സമയത്തും നിങ്ങൾ അമ്മയുടെയും മകൻ്റെയും വർത്തമാനമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കുടുംബം തല്ലിപ്പിരിച്ച് നിങ്ങളുടെ ഷെയർ മേടിച്ചുകൊണ്ട് പോകണമെന്ന് നിങ്ങൾ പറയുന്ന പല സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയാണ്, ഇവൾ പറഞ്ഞ മുഴുവൻ കള്ളവാ, എല്ലാവരും മുമ്പിൽ ഞങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയാണ്, ഇവനത്രയ്ക്ക് വലിയ യോഗ്യനൊന്നുമല്ലല്ലോ നിങ്ങളുടെ മകനെന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രമാത്രം ഇവിടെ ഡ്രാമ കളിക്കേണ്ട ആവശ്യമില്ല. എത്ര പെണ്ണുങ്ങൾ ഇവൻ ചതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? എൻ്റെ കല്യാണം ആ സമയത്ത് തന്നെ ഇവൻ എത്ര പെൺകുട്ടികൾക്ക് ക്യാഷ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ ചെയ്ത് നിങ്ങളുടെ മകൻ ഇപ്പോൾ പുണ്യാളൻ, ഞാൻ മാത്രം കുറ്റക്കാരിയല്ലേ? അങ്ങനെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി കുറ്റം ചെയ്തത് ഇവനാ. ആദർശേട്ടനെയും കിട്ടി മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ഒന്ന് ജീവിക്കത്തില്ലായിരുന്നോ? അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആദർശേട്ടനേക്കാളും വലുതാകാൻ ശ്രമിച്ചതാ. ആദർശേട്ടന് നല്ല വീട്ടിലെ പെൺകുട്ടിയെ കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനാണ് ഈ വീട്ടിലെ എല്ലാമെന്നും ഈ കമ്പനിയുടെ MD അവനാണെന്നും അങ്ങനെ സർവത്രാതി വീട്ടിലെ അവനാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച അവൻ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ കഴുത്തിലടച്ചവൻ താലി കിട്ടിയത്. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മകൻ പുണ്യാളും ഞാൻ കുറ്റക്കാരിയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദനോടൊന്ന് പറയുന്നുണ്ട്, ഇതുവരെ എൻ്റെ മക്കളെ തല്ലി എന്നുള്ള പേര് എനിക്കില്ല. ദയവ് ചെയ്ത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇത്രയും മുതിർന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ട് നവ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയാണ്, എനിക്ക് എൻ്റെ ജീവിതമാണ് പ്രധാനം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, അത് മനസ്സിലായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് നയനെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ നിനക്കൊരു വാക്കെങ്കിലും പറയാമായിരുന്നു, നയന തെറ്റുകാരിയല്ലെന്നും നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാണെന്ന് നിനക്ക് പറയായിരുന്നു. പക്ഷെ ഒരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ. അപ്പത്തിന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി നീ സ്വാർത്ഥയാണെന്ന്. നിന്റെ തീരുമാനം എന്താണോ നീ അതനുസരിച്ചോ. പക്ഷെ നയനമോളെ ഞങ്ങൾ പോവാണ്, ഞങ്ങൾ നയനമോളെ മാത്രം മതി, നീ എങ്ങനെയോ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് മുത്തശ്ശന് വയ്യാരിക വരുന്നതും മുത്തശ്ശനോടെ തല ഇറങ്ങി വീഴുന്നതും. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ അച്ഛൻ്റെ അടവാണ്, ഇവളുമാരെ പറഞ്ഞ് വീട്ടിൽ വിടാതിരിക്കാൻ വേണ്ടിയുള്ള അച്ഛൻ്റെ അടവാണെന്നൊക്കെ പറയുമ്പോഴേക്കും അവിടുന്ന് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പച്ചിന് അക്ഷരം പോലും മിണ്ടിപ്പോകരുതെന്ന് പറയുമ്പം, എന്താണ് ആദർശ്, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? അന്നും ഇതുപോലെ തന്നെ നയന ഇവിടുന്ന് പോകാൻ പോയപ്പം മുത്തശ്ശന് തലകർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും നയനെ തിരിച്ചു വിളിച്ചു. നയനയാണ് ഇപ്പോൾ മുത്തശ്ശനെല്ലാം. അതുകൊണ്ട് തന്നെ നയന ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന അടവാണിതെന്ന് പറയുമ്പോഴേക്കും മിണ്ടി പോകാറുതെല്ലാവരും എൻ്റെ മുത്തശ്ശൻ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചോദിക്കുമ്പം ജയം പറയണം, ആദർശേ ഒന്നും പറയരുത്, ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുമ്പം, ഇല്ല അച്ഛാ, എല്ലാവരും അറിയട്ടെ, എൻ്റെ മുത്തശ്ശനെ ആരും എന്നെ കുറ്റപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എൻ്റെ മുത്തച്ഛനില്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. അദ്ദേഹം എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജയൻ പറയാണ്, വേണ്ട എടാ ഒന്നും പറയില്ലെന്ന് പറയാം. അങ്ങനെ ആദർശ മഹാസത്യം എല്ലാവരോടും വെളിപ്പെടുത്താൻ പോവാൻ കേട്ടോ. അപ്പൊ അത് വീഡിയോ ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.